നമ്മുടെ ഫേസിലെ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ സ്കിൻ ഒന്ന് സോഫ്റ്റ് ആക്കാനായിട്ടും ചുളികളൊക്കെ ഉണ്ടെങ്കിൽ ചുളികളൊക്കെ മാറ്റിയിട്ട് സ്കിൻ ഹെൽത്തി ആക്കി വെക്കാനായിട്ടും യങ്ങാക്കി വെക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ പറ്റും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ ചുളികളൊക്കെ മാറ്റാനായിട്ടും ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഒക്കെ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് ക്രീമിൻ്റെ വീഡിയോ ആണ്. ഇവിടെ അയർലൻഡിൽ ഭയങ്കര തണുപ്പായതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ എപ്പോഴും ഡ്രൈനസ് ഒക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ സ്കിൻ എപ്പോഴും ഡാമേജ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുള്ള ഒരു ക്രീമാണ് ഇന്ന് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും പാടുകൾ മാറാനായിട്ടും ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ ഹെൽത്തി ആക്കി വെക്കാനായിട്ടും യങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്നതാണ്. ഡെയിലി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ഹെൽത്തി ആക്കി വെക്കാനായിട്ടും യങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യാം. അതിനുശേഷം വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല, കിടന്നുറങ്ങുക. പിറ്റേന്നാണ് നമ്മൾ വാഷ് ചെയ്ത് കളയേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കോക്കനട്ട് ഓയിൽ നമ്മുടെ സ്കിന്നിലെ ഡ്രൈനസ് മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ചുളിവുകൾ മാറ്റാനായിട്ട് പാടുകൾ മാറ്റാനായിട്ട് ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പം നമ്മുടെ ഫേസ് ക്രീമിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കോക്കനട്ട് ഓയിലാണ്. അപ്പോൾ ഞാനിവിടെ 2 സ്പൂൺ കോക്കനട്ട് ഓയിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ട ക്യാരറ്റാണ്. ക്യാരറ്റ് ഞാൻ 1 ക്യാരറ്റാണ് എടുക്കുന്നത്. ക്യാരറ്റ് നമ്മൾ ഇതേപടി ഇടുകയല്ല, നമ്മൾ ജ്യൂസ് ആക്കിയിട്ട് കൊണ്ടുവരണം. അപ്പോൾ ഞാനിനി ജ്യൂസ് ആക്കിയിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റ് ജ്യൂസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു കോക്കനട്ട് ഓയിലിലേക്ക് ഈ ഒരു ക്യാരറ്റ് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഇതേപോലത്തെ ഒരു പാൻ എടുക്കുക. അതിലേക്ക് നമ്മൾ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നമ്മൾ ഒരുപാട് നേരം തിളപ്പിച്ച് അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ വറ്റി നല്ല രീതിയിൽ കിട്ടുന്നവരെ നമ്മൾ തിളപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ ഒരു വെള്ളം നന്നായിട്ട് വറ്റിയതിന് ശേഷം വേണം നമ്മളിത് ഓഫ് ചെയ്യാനായിട്ട്. വറ്റി കഴിയുമ്പോഴത്തേക്കും നല്ല കുറച്ച് തിക്കായിട്ട് വരും. അതേപോലെ തന്നെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് കിടക്കും കേട്ടോ. ആ സമയത്താണ് നമ്മൾ ഇത് സ്റ്റൗ ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇനി ഇത് നമ്മൾ നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ വേറൊരു ചെറിയ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ആൽമണ്ട് ഓയിലാണ്. ഒരു 1/2 സ്പൂൺ ആൽമണ്ട് ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ആൽമണ്ട് ഓയിൽ ഇല്ല എങ്കിൽ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ആൽമണ്ട് ഓയിൽ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഇനി അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന അലോവേര ജെല്ലാണ്. 1 സ്പൂൺ അലോവേര ജെല്ലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അലോവേര ജെല്ല് 1 സ്പൂൺ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. അതിന് ശേഷം ഒരുപാട് ലൂസാണെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ 1 സ്പൂൺ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടിപൊളി റിസൾട്ടാണ്. നമ്മുടെ ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് ക്രീം എന്ന് തന്നെ പറയാം. നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ടാൻ മാറാനായിട്ടും അതേപോലെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ പാടുകളൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫേസ് ക്രീമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ക്രീമാണ് കേട്ടോ. ഇത് നമുക്ക് ദിവസവും ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ ഡ്രൈനസ് മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ യങ്ങാക്കി വെക്കാനായിട്ടും ഹെൽത്തി ആക്കി വെക്കാനായിട്ടൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇത് യൂസ് ചെയ്യേണ്ടത് രാത്രിയിലാണ്. രാത്രിയിൽ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളിത് കഴുകി കളയേണ്ട കാര്യമില്ല. പെട്ടെന്ന് തന്നെ ഇത് സ്കിന്നിലേക്ക് അബ്സോർബ് ആയിക്കോളും. അപ്പം ഇത് ഞാൻ ഇനി ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. വീട്ടിൽ തന്നെ കിട്ടുന്ന സിമ്പിളായിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടുള്ള അടിപൊളി ഒരു ഫേസ് ക്രീമാണ്. നമ്മുടെ സ്കിന്നിലെ ചുളിവുകൾ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സാധാരണക്കാരായ വീട്ടമ്മമാർക്കൊക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ്. അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയാം, ഇത് പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർബ് ആയിട്ടുണ്ട്. പിന്നെ ഇത് വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല. നമുക്ക് പിറ്റേന്ന് രാവിലെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ സ്കിന്നിലെ ഡ്രൈനസ് ഒക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.